ഔസേപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചതിവ് പറ്റിയുള്ളൂ. ദിവാംബേഷ്കാരുടെ കൊച്ചുമോളും ഉണ്ണിയുമായിട്ടുള്ള വിവാഹാലോചനയുടെ കാര്യം ഞാൻ തന്നോട് പറഞ്ഞില്ലേ, അത് നടക്കില്ല. ഏതോ ഒരു ദരിദ്രവാസി അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ 5 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചതാണെന്ന്. 5 വർഷം എന്നാണോ 3 വർഷം എന്നാണോ പറഞ്ഞേ? അതിപ്പോ എത്ര വർഷം എന്ന് പറഞ്ഞാലെന്താ? പച്ച കള്ളമല്ലേ അവൻ പറഞ്ഞത്? അവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. മാത്രമല്ല, ഉണ്ണികൃഷ്ണന്റെ ഒരു കല്യാണ ഫോട്ടോയും അവൻ അവരെ കാണിച്ചിരിക്കുന്നു. ആ ഫോട്ടോ കയ്യിലുണ്ടോ? ഈ ഫോട്ടോ അവിടെ കൊടുത്തിട്ട് വരാൻ അത്ര മണ്ടനൊന്നും അല്ലല്ലോ. ആര്? അല്ല, ഈ ഫോട്ടോ അവിടെ കാണിച്ചിട്ട് വന്നവൻ. ഏതോ തന്തയില്ലാത്തവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അവരുമായിട്ട് എന്റെ മോന് യാതൊരു ബന്ധവും വേണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അത് നന്നായി. നമുക്ക് നല്ല തറവാട്ടി പിറന്ന സുന്ദരികളായ വേറെ പെമ്പിള്ളാരെ കിട്ടുമല്ലോ. അല്ല ചാ, ഈ വാശിക്ക് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കൊണ്ട് ഉണ്ണികൃഷ്ണനെ കല്യാണം കഴിപ്പിക്കണമെന്നാ എന്റെ അഭിപ്രായം. അതിന്റെ ആവശ്യം എന്തുവാ? എന്റെ മോൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, ഈ മിശ്ര വിവാഹമൊക്കെ നാട്ടിൽ ഇപ്പോഴും ഒരു ഫാഷൻ ആയിരിക്കാണ്. 2 ദിവസം മുമ്പ് ഒരെണ്ണം നടന്നേ ഉള്ളൂ ഇല്ലേ അപ്പച്ച? എന്റെ മോൻ അങ്ങനെ ആരെയും മിശ്രയിക്കണ്ട. അങ്ങനെ വല്ലതും സംഭവിച്ചു എന്നറിഞ്ഞാൽ കൊന്നുകളയും ഞാൻ അവനെ. ആഹാ, വിലാസിനെ എവിടെ വന്നേ? എടി മോളെ, നീ ഒന്നുകൊണ്ട് കൊടുത്തിട്ട് വേണ്ട കുഞ്ഞിനാമ്മേ. സാരമില്ലെന്നേ, ഇതും അവളുടെ വീട് തന്നെയല്ലേ. ആഹാ, നീ ഇവിടുത്തെ വീട്ടുകാരിയായി മാറിയല്ലോ. കേട്ടാ, ഞാൻ ഇന്നലെയാ റോസ്മേരിയുടെ മരിച്ചുപോയ അപ്പച്ചന്റെ ഫോട്ടോ കണ്ടത്. അങ്ങേരെ കണ്ടാൽ നിന്നെ പറിച്ചു വെച്ച പോലതല്ല. ഈ ചന്ദനക്കുറയെ മാറ്റിയാൽ അനന്തം തന്നെ. എന്താ സാമ്യം? പിന്നെ ഈ കണ്ണടയിൽ ചുമ്മാരിടാ. പിന്നൊരു കാര്യം, എല്ലാ വർഷവും പരീക്ഷയ്ക്ക് പോകുമ്പോ റോസ്മേരി അപ്പച്ചന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം നിന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഒരാഗ്രഹം. ആയിക്കോട്ടെ എന്ന് ഞാനും അനുഗ്രഹം വാങ്ങിച്ചോ മോളെ. നന്നായി വാ മോളെ. ഇനിയൊരു പ്രധാന കാര്യം എനിക്ക് അച്ഛനോട് പറയാനുണ്ട്. ഉണ്ണികൃഷ്ണൻ എവിടെ? ഉണ്ണി, നീ ഇതെവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ കുറച്ചൊന്ന് മയങ്ങിപ്പോ. ഇത് റോസ്മേരി. ഏത്? കേട്ടിട്ടുണ്ട്. അതെയോ? നിനക്കിഷ്ടമായോ? അതെന്ത് ചോദ്യ? അമ്മയ്ക്കോ അച്ഛനോ? ഇങ്ങനെ ഓരോരുത്തരോടായി ചോദിച്ചിട്ട് നീ വിഷമിക്കണ്ട. നിന്റെ എല്ലാ രഹസ്യങ്ങളും പൊളിഞ്ഞടാ തോമ്മി. എന്നെ പൊട്ടം കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. ഔസേപ്പച്ച, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. റോസ് മോളെ തൊമ്മിക്കുഞ്ഞിനും കെട്ടിച്ചൂട്. അവര് തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. ഉണ്ണി, എന്താ നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല, തലയൊന്ന് ചുറ്റിയതാ. അത് എവന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ നടക്കുമെന്ന് പറഞ്ഞ ടെൻഷൻ ആയിരിക്കും. പ്രഷർ കാണും, പ്രഷർ. എന്റെ ഈശോ മിശിഹാ പുരാനെ, ഒരു കുരിശ് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്ന് വിചാരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു വേറൊരു കുരിശ്. കാര്യം ഇതൊക്കെയാണേലും നമ്മുടെ തൊമ്മിച്ചന് പറ്റിയ പെണ്ണായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യേ, അവനെ കൊണ്ടുകൂടെ കെട്ടിക്കേ. അതിന് എന്നാത്തിന് എന്റെ മെക്കിട്ട് കയറുന്നേ? എല്ലാം നിങ്ങൾ എന്നെ വരുത്തി വെച്ചല്ലേ? ഇത് നല്ല കൂത്ത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, നാളെ എല്ലാ കാര്യങ്ങളും ഞാൻ അനന്തോട് തുറന്നു പറയാൻ പോവുക. അയ്യോ, എന്താണ്? ഓ, വല്ല പട്ടിയ പൂച്ചെങ്ങാനോ? ഇത്രയും വലിയ ശബ്ദമുള്ള പൂച്ചയോ? എന്നാ അതിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ആരോ മതിൽ ചാടിയ ലക്ഷണം ഉണ്ടല്ലോ. എന്നാ പിന്നെ പട്ടി വരയ്ക്കൂലേ? ഇന്നത്തെ കാലത്ത് മനുഷ്യനെ പോലും വിശ്വസിക്കാൻ ഒക്കെയല്ലേ, പിന്നെ ആ പട്ടിയെ. അയ്യോ, അങ്ങോട്ടൊന്നും പോണ്ട. വല്ല കള്ളന്മാരുമാണ്. ഈ കത്തിയും കടാരിയും ഒക്കെ കാണും. അയ്യോ, കള്ളൻ, കള്ളൻ. എവിടെ പോയി? അവിടെ.
നീയോ? അയ്യോ അവനെ ഒന്നും ചെയ്യല്ലേ ദേ പ്രതി ഇവനാ. തല പോയി. എന്താണ് ഈ രാത്രിയില്? അത് പിന്നെ റോസിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മധുര ചാടി. ഈ പാതിരാക്ക് നീ എന്ത് അത്യാവശ്യം പറയാൻ പോകുന്നു എനിക്കറിയാം. ഞാൻ ഈ പ്രായത്തിൽ ഒരുപാട് അത്യാവശ്യം പറഞ്ഞതാ. സ്ഥലം പിടിപ്പോ. ഒന്നുമില്ലെങ്കിലും നിയമപരമായിട്ട് വിവാഹം കഴിച്ച നവദമ്പതികളല്ലേ അപ്പച്ച ഞങ്ങൾ? പാവല്ലേ അപ്പച്ച, ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് ഇവനെ ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ആ കൊണ്ടുപോയി പോ. എന്തിനാടാ മതിലിടാൻ പോയത്? പോ. പിന്നെ കാണുന്നില്ലല്ലോടാ അവന്മാരെ. ഇനി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരൂ. അല്പസമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാ അപ്പച്ച. എത്ര നേരം എന്ന് വെച്ചാ? എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാശിന് അത്യാവശ്യം വന്ന് എന്ത് ചെയ്യും കുഞ്ഞ്? ഞങ്ങളെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചോളാന്ന് ഉറപ്പ് തന്നോണ്ടല്ലേ ഉണ്ണികൃഷ്ണന് ഞങ്ങളുടെ റോസ്മേരിയെ കെട്ടിച്ചു തന്നത്. മതി മതി, തൽക്കാലം ഇത് വെച്ചോ. ഇനി കൂടെ കൂടെ വന്ന് ശല്യം ചെയ്യരുതെന്ന് അപ്പച്ചൻ പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ റോസ്മേരി കൊച്ച് പാട്ടും ഡാൻസും പഠിപ്പിച്ച് കിട്ടുന്നതായിരുന്നു ഞങ്ങളുടെ വീടിന്റെ പ്രധാന വരുമാനം. അത് പെട്ടെന്ന് നിന്ന് പോയപ്പോ ഞങ്ങളുടെ വീട് പഞ്ചറായി പോയില്ലയോ? അല്ല, നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അനന്തകൃഷ്ണ മുതലാളോട് വാങ്ങിച്ചോളാം. അതൊന്നും വേണ്ട, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ കാശ് ഇനിയും തരും. അതല്ല, ഇതിന്റെ പേരിൽ സ്ഥിരമായിട്ട് ഞങ്ങളെ വഹിക്കാനാണ് പരിപാടിയെങ്കിൽ കുരിശിങ്കിൽ ഔസേപ്പച്ചന്റെയും തൊമ്മിച്ചന്റെയും തനി നിറം താൻ അറിയും. ആനന്ദകൃഷ്ണൻ. അനന്തേട്ടാ, ഇത് ഞാനാ പങ്കജവല്ലി. ഹും. എന്നോടും മക്കളോടുമുള്ള ചേട്ടന്റെ വിരോധം ഇനിയും മാറിയിട്ടില്ല അല്ലേ? എന്താ പങ്കജവല്യമ്മേ പതിവില്ലാതൊരു കുശലാന്വേഷണം? കാര്യങ്ങൾ എന്തൊക്കെയായാലേ ഞങ്ങൾക്ക് ചേട്ടനുള്ള ബഹുമാനത്തിനും സ്നേഹത്തിനും ഒരു കുറവും വന്നിട്ടില്ല. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം ലാഭിക്കാം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ. ഉം. നമ്മളോ നമ്മുടെ പിള്ളേരോ ആയിട്ട് ഇതുവരെ കുടുംബത്തിനൊരു ചീത്തപ്പേര് വരുത്തി വെച്ചിട്ടില്ല. ഉണ്ടോ? ഹ, നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം. അനന്തേട്ടന്റെ മകന്റെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞു അനന്തേട്ടാ. ആഹാ, അതെയോ? എന്ന്? എവിടെ വെച്ച്? എത്ര മണിക്ക്? ഞാൻ അറിയാതെ എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞു. കൊള്ളാം. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ? അല്ലേലും എനിക്കറിയാം. ഞാൻ പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കത്തില്ല. ചേട്ടന്റെയും കുടുംബത്തിന്റെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ ചേട്ടന്റെ ശത്രു. ചേട്ടൻ അറിയാതെ ഉണ്ണികൃഷ്ണനെ ഒരു നസ്രാണി പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച ഔസേപ്പച്ചൻ ചേട്ടന്റെ അടുത്ത ബന്ധു. ദേ, വേണ്ടാത്ത കാര്യങ്ങള് പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ അണപ്പല്ല ഞാൻ തെറിപ്പിക്കും. ആ, ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ചേട്ടന് വിശ്വാസമാകാത്തത്. ഇതൊരു ചതിയാണ് ചേട്ടാ. അവരെല്ലാരും കൂടെ ചേർന്നേ ചേട്ടനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക. ഒന്നും വേണ്ട, ചേട്ടന് ഔസേപ്പിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാട്ടെ. മരുമോള് റോസ്മേരി കുരിശങ്കക്കാരുടെ സ്വന്തം മോളായിട്ട് വിലസുന്നത് കൺകുളിർക്ക കാണാം. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ഞങ്ങളോടുള്ള വിരോധം അവസാനിപ്പിക്കണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെയും പിള്ളേരുടെയും ജന്മശത്രു കുരിശിങ്കൽ ഔസേപ്പ, ആനന്ദേട്ടനല്ല. ഹോ, എന്റെ ഗുരുവായൂരപ്പാ.